ചെയ്യാൻ സ്പ്രിങ്കിൾസും 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡറും വാനില എസൻസും 1/2 ടീസ്പൂൺ 1/2 കപ്പ് മൈദ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ പിന്നെ ലോലിപോപ്പിന്റെ സ്റ്റിക്കും ആവശ്യമുണ്ട്. നമുക്ക് ഇതെല്ലാം ഒന്ന് അരിച്ചെടുക്കാം. ചേച്ചി അരിച്ച ഞാൻ മൈദ ഇട്ടുതരാം. ഇനി നമുക്ക് ബേക്കിംഗ് പൗഡർ ഇട്ടു, ബേക്കിംഗ് സോഡ, ഇനി ബേക്കിംഗ് പൗഡർ, ഇനി നമുക്ക് കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കാം. അപ്പം ഞാൻ 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. പിഞ്ച് ഉപ്പും ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. നമുക്ക് കുറച്ച് പഞ്ചസാര ഇട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ പഞ്ചസാര ഇട്ട് ഫ്ലഫി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓയിൽ ഒഴിച്ചെടുക്കാം. ഓയിൽ ഒഴിച്ച് എടുത്തിട്ട് ചെറുതായിട്ട് ഇളക്കിയാൽ മതി, ഓവറായിട്ട് ബീറ്റ് ചെയ്യണ്ട. ചെയ്തിട്ടുണ്ട്. ഇത് നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. നമുക്ക് നേരത്തെ അരിച്ചു വെച്ച മൈദ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യാം. ഇത് മെല്ലെ ഇളക്കാൻ പാടുള്ളൂ. പതുക്കെ മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ ഹാർഡായി പോവും. അപ്പൊ ഇത് നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ചേച്ചി കട്ടയൊന്നും ഇല്ലല്ലോ? ഇല്ല കാത്തു, നല്ല കട്ടയില്ലാണ്ടാണ് നമ്മൾ ചെയ്തത്. ഇനി നമുക്ക് ഈ പാനിലേക്ക് ഒഴിച്ചെടുക്കാം. ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ചേച്ചിക്ക് ഏത് കേക്കാണ് ഇഷ്ടം? എനിക്ക് ചോക്ലേറ്റ് കേക്കും ഇഷ്ടം, പിന്നെ സ്പാനിഷ് ഡിലൈറ്റ് ഇഷ്ടം. എനിക്ക് ചോക്ലേറ്റ് ട്രിപ്പിളാണ് ഇഷ്ടം.
നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കാം. ചേച്ചി കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടല്ലേ? ചേച്ചി ഇതൊന്ന് മധുരം ഉണ്ടോന്ന് നോക്കിയാലേ. ഇനി നമുക്ക് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് ഇത് കുറച്ച് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. രണ്ട് സ്പൂൺ മിൽക്ക് മെയ്ഡ് ഒഴിച്ച് നമുക്ക് ഇത് കുഴച്ചെടുക്കാം. നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഇതുപോലെ ബോൾസ് ആക്കിയതിന് ശേഷം സ്റ്റിക്ക് ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്ത് ബോൾസിൽ കുത്തിക്കൊടുക്കുക. എന്നിട്ട് നമുക്ക് 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പൊ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോക്ലേറ്റിൽ ഇതൊന്ന് ഡിപ്പ് ചെയ്ത് എടുക്കാം. സ്പ്രിങ്കിളും ഇട്ട് കൊടുക്കാം. മുക്കടി അപ്പൊ നമ്മുടെ കേക്ക് പോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോക്കിയേ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ ഉള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഇനി ഞാൻ ഇടാൻ പോകുന്ന എല്ലാ വീഡിയോ നിങ്ങൾക്ക് കാണാം. ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സൂപ്പർ ടേസ്റ്റാ. നിങ്ങൾ ഇത് ട്രൈ ചെയ്യണേ. ബൈ.